നമ്മുടെ ക്ലാസ് റൂം അതിന്റെ ബറക്കത്ത് കൊണ്ട് ദിവസേന അസ്ഹാബുൽ ബദരീങ്ങളുടെ പേര് ഹദ്ദാദ്, മുഹിയുദ്ദീൻ മാല, ബുറുദ എല്ലാം ചൊല്ലുന്നു. അള്ളാഹു അവയിലൊക്കെയും ബറക്കത്ത് കൊണ്ട് ഒരുപാട് ഖൈറാത്ത് പറയുന്ന ശ്രോതാക്കളുടെ കേൾവി കൊണ്ടും നാവുകൊണ്ടുമുള്ള ഈ ദുആക്ക് അള്ളാഹു പൂർണ്ണമായും ഒരു സക്കാഫി ഉസ്താദാണ് നമ്മുടെ ഷൗക്കത്ത് സക്കാഫി അറിയിക്കുന്ന ഐഡിയ ഏതായാലും അറിയിക്കണ്ട, അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ചിലപ്പം ആരെങ്കിലൊക്കെ അറിഞ്ഞാൽ കുടുംബക്കാർക്ക് വിഷമം ഉണ്ടാകും. ഷൗക്കത്ത് സക്കാഫിയുടെ ഒപ്പം മർക്കസിലുണ്ടായിരുന്ന ഒരു സക്കാഫിയാണ് എന്ന് പറയുന്നു. അല്ലാഹു തആല ഇൽമിന്റെ അഹ്ലുകാരായതിന്റെ പേരിൽ പ്രത്യേകമായ രോഗത്തിന് ശിഫ നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ ദുആയിലും നമുക്ക് ഉൾപ്പെടുത്താം. അള്ളാഹു നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും അത്തരം മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഒലിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ശിഫ നൽകട്ടെ. ഈ സമയത്തൊക്കെയുള്ള ശ്രോതാക്കളോട് മൗലിദിന്റെ നേരത്തെ ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായതുകൊണ്ട് ദിവസേന ഒരു 11 നാരിയത്തു സ്വലാത്തൊക്കെ ചൊല്ലി നമ്മുടെ ഇരു കരങ്ങളിലേക്കും ഊതി നമ്മുടെ ശരീരം ആസകലം ഒന്ന് തടയുക. അതൊക്കെയും നമ്മുടെ ശരീരത്തിൽ വരുന്ന രോഗങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയാകും, ഒരു പ്രതിരോധ മാർഗമാകും എന്നും സാന്ദർഭികമായി അറിയിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് അഥവാ ഉംറയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. സാന്ദർഭികമായി നമ്മുടെ ക്ലാസ് റൂമിലെ കുറെ ആളുകൾ പറഞ്ഞൊരു അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം ഉംറ ഹജ്ജ് പോലത്തത് അതിപ്പോ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഉള്ള ഒരു കാര്യമല്ല. എല്ലാരും പോകുന്നവരും അല്ല, പിന്നെ പോകാൻ ഉദ്ദേശിക്കുന്നവരും പോകുന്നവരൊക്കെയും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അബൂ റയ്യാൻ ഉസ്താദ് ദിവസേന രാവിലെ നമ്മുടെ ദൈനംദിനം ജീവിതത്തിൽ എപ്പോഴും വരുന്ന നിസ്കാരവും കുലി ഒളു പോലത്തെ തയമ്മും പോലത്തെ വിഷയങ്ങൾ തന്നെ ചർച്ച ചെയ്ത് ഉംറയുടെ വിഷയം വൈകുന്നേരത്തെ ഏതെങ്കിലും പ്രത്യേകമായ ദിവസങ്ങളിൽ ആക്കിക്കൂടെ എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷെ വൈകുന്നേരത്തൊക്കെയും നമ്മുടെ ക്ലാസ് റൂമിൽ സമയം ഒഴിവുണ്ടോ ഇല്ലേ എന്നൊന്നും അറിയില്ല. കാരണം അതവർ പറയുന്നത് കാര്യമാണ്. ദിവസേന ഒരു ദിവസം 5 വഖ്ത് നിസ്കാരം, ആ നിസ്കാരത്തിന്റെ കുലിയും ഷർത്തും ഫറലും പറയുകയാണെങ്കിൽ തന്നെ ഇനിയും സാധാരണക്കാരൊക്കെയും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനുണ്ട്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് സൗകര്യം പോലൊക്കെയും നമുക്കാവാം. ഏതായിരുന്നാലും നമ്മുടെ ക്ലാസ് റൂമിൽ ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്ന ചില ഫാമിലികൾ ഒന്ന് വ്യക്തമായി പറഞ്ഞാൽ തെറ്റില്ല എന്ന് പറഞ്ഞ 1-2 കാര്യങ്ങൾ അത് പലപ്പോഴും പലവർക്കും ആവശ്യമുള്ളത് തന്നെയാണ്. അതായത് ഉംറക്കൊക്കെയും പോകുന്ന സഹോദരിമാര് അവിടെ എത്തി മെൻസസ് പീരിയഡ് തുടങ്ങിയാൽ എന്തു ചെയ്യണമെന്നറിയാത്ത വിഷയം, ആ വിഷയം ചർച്ച ചെയ്യേണ്ടത് വാസ്തവത്തിൽ തവാഫിലേക്ക് എത്തുമ്പോഴാണ്. തവാഫിൽ ശുദ്ധി ഷർത്താണ്. അപ്പൊ ശുദ്ധിയുള്ള സമയം ലഭിച്ചില്ലെങ്കിൽ ആ പെണ്ണ് എന്തു ചെയ്യണം? പക്ഷേ നമ്മുടെ ക്ലാസ് റൂമിൽ നിന്ന് പലവരും കുറച്ചു നേരത്തെ ഇപ്പൊ വെക്കേഷൻ ഉംറന്റെ പേരൊക്കെ അങ്ങനെയാണല്ലോ അല്ലേ, വെക്കേഷൻ ഉംറ അങ്ങനെയൊക്കെ ഉംറ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്ലാസ് റൂമിലുള്ള പല സഹോദരിമാരും ഒരു വെക്കേഷൻ ഉംറ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സഹോദരി PM ചെയ്തിരുന്നു, ഞാൻ ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്നുണ്ട്, ദുആ ചെയ്യണമെന്ന്. ഞാനും ആഗ്രഹിക്കുന്നുണ്ട്, തിരിച്ചും ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെയും പൂർത്തീകരിച്ചു തെരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് സമയത്തിനനുസരിച്ച് ഞാൻ അതിലേക്ക് വരാം. എന്റെ പ്രിയപ്പെട്ട എല്ലാ സാധാരണക്കാരോടും, ചിലപ്പം സാധാരണ ഈ ഉംറക്കൊക്കെയും അമീറായി പോകുന്ന ഉസ്താദന്മാര് പോലും ചിലപ്പം അത്തരം ആഴമേറിയ മസ്അലകളിലേക്ക് ചിന്തിക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. അത് നമുക്കൊക്കെ അറിയാം. ഞാൻ മുമ്പൊക്കെയും പറഞ്ഞതുപോലെ അമീറന്മാരായി പോകുന്നവരെ ആക്ഷേപിക്കുക എന്നാരും തെറ്റിദ്ധരിക്കരുത്.
പലപ്പോഴും കുറച്ച് ആളുകളെ ഉണ്ടാക്കി കൊടുത്തതിന്റെ പേരിൽ, അതല്ലെങ്കിൽ ഗൾഫിൽ ഒരു ജോലിയുടെ ഭാഗമായി നമ്മുടെ സംഘടനയുടെ കീഴിലൊക്കെ ജോലി ചെയ്യുമ്പോ ഒരു ഉസ്താദ് എന്ന നിലക്ക് അമീറായി പോകാൻ പറയും. പക്ഷേ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ വേണ്ടതുപോലെ പരിശോധിച്ച് ഓരോ പ്രത്യേകമായ സന്ദർഭങ്ങളിൽ അറിയേണ്ട വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കാത്തവരും സൗകര്യം കിട്ടാത്തവരൊക്കെയും ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് പലവരും വെക്കേഷൻ ഉംറ എന്ന പേരിൽ, അതുപോലെ തന്നെ വിസിറ്റിങ്ങിന് പോയി ഉംറക്ക് പോകാൻ തീരുമാനിച്ചവരൊക്കെ ഇപ്പൊ ക്ലാസ് റൂമിലുണ്ട്. കാരണം സ്കൂള് പൂട്ടിയാൽ മതി, വിസിറ്റിംഗ് വിസക്ക് പോവുക, എന്നിട്ടൊരു ഉംറ ചെയ്യുക, അങ്ങനെ ആഗ്രഹിക്കുന്നവരും അൽഹംദുലില്ലാഹ് നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ഓരോരുത്തരും ഉദ്ദേശിച്ച ഖൈറായ കാര്യങ്ങൾ നല്ല നിലയിൽ ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ. ഉംറക്ക് പോയവർക്ക് ഇനിയും കൂടുതൽ സമയങ്ങൾ പോവാനുള്ള തൗഫീക്ക് അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഉംറയുടെ മുന്നോടിയായി അറിയേണ്ട കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പുറപ്പെടുകയാണ്, ഉംറക്ക് വേണ്ടി പുറപ്പെടുകയാണ്. ആ വീട്ടിൽ നിന്ന് ഉംറക്ക് വേണ്ടി പുറപ്പെടുന്ന നേരത്ത് ഏറ്റവും നമുക്ക് പ്രധാനമായി ചെയ്യേണ്ട കുറെ സുന്നത്തുകളും കുറെ നല്ല കാര്യങ്ങളും, അതിൽ കുറെ വിശദീകരണങ്ങളല്ല ഞാൻ പറയുന്നത്. സാധാരണക്കാർക്ക് വരുന്ന ചില അബദ്ധങ്ങളിലേക്കാണ് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഒന്ന്, അതിൽ കുളിക്കൽ സുന്നത്താണ്, അല്ലെ? ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കുളിക്കൽ സുന്നത്താണ്. ഈ കുളിക്കൽ സുന്നത്താണെന്ന് പറയുമ്പോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒന്ന് കുളിക്കും. ആ കുലി വാസ്തവത്തിൽ ഇഹ്റാമിനുള്ള സുന്നത്ത് കുലിയാണ്. അല്ലാതെ ഒരു യാത്ര പുറപ്പെടുമ്പോ കുലിക്കൽ സുന്നത്താണ് അങ്ങനൊരു മസലയില്ല. ഒരു യാത്ര പുറപ്പെടുമ്പോൾ കുലിക്കൽ സുന്നത്താണ് എന്നൊരു മസലയില്ല. നേരെ മറിച്ച് നമ്മൾ ഉംറക്ക് പുറപ്പെടുന്നതിന് മുമ്പ് വീട്ടിൽ വെച്ച് ഒരു കുലിയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ ആണെങ്കിൽ റൂമിൽ വെച്ച് കുലിക്കും. ആ കുലി യഥാർത്ഥത്തിൽ ഇഹ്റാമിന്റെ സുന്നത്ത് കുലിയാണ്. ഇത് പറയുമ്പോ അവിടെ എല്ലാ സാധാരണക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ മുമ്പൊക്കെയും പറഞ്ഞതുപോലെ ഓരോ സാധാരണക്കാരുമായി ബന്ധപ്പെടുമ്പോഴാണ് അവർക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങൾ മനസ്സിലാവുക. പലവരും ഈ സുന്നത്തായ കുലി കുലിക്കുമ്പോൾ ഉംറക്കുള്ള സുന്നത്ത് കുലി കുലിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുന്നവരുണ്ട്. ഇപ്പൊ ഈ ക്ലാസ് റൂമിൽ അങ്ങനെ നിയ്യത്ത് വെക്കുന്നവര് ഉണ്ട് എന്നല്ല, പൊതുവിൽ നമ്മുടെ നാടുകളിൽ പറയത്തക്ക വിവരങ്ങളില്ലാത്ത സഹോദരിമാര് ഉംറക്കൊക്കെ പുറപ്പെടുമ്പോ അവര് കുലിക്കുന്ന നേരത്ത് ഉംറക്കുള്ള സുന്നത്ത് കുലിയെ ഞാൻ കുലിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുന്നവരുണ്ട്. നമ്മുടെ ശ്രോതാക്കളുടെ കൂട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തേണ്ടതാകുന്നു. ഇനി ഈ ശ്രോതാക്കളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലൊക്കെയും കൂടുതൽ വിവരമില്ലാത്ത സാധാരണ സഹോദരിമാരൊക്കെയും ഉംറക്ക് പോകാൻ പുറപ്പെടുമ്പോ അത്തരം കാര്യങ്ങളൊക്കെയും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതാണ്. ആ കുലിയുടെ നിയ്യത്ത് വാസ്തവത്തിൽ എന്താകുന്നു? ഇഹ്റാമിനുള്ള സുന്നത്ത് കുലിയെ ഞാൻ കുലിക്കുന്നു. എന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്. അതിലും ചില സാധാരണക്കാര് ഉംറക്കുള്ളതായ സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുന്നവരുണ്ട്. ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. ആ സുന്നത്ത് നിസ്കാരത്തിലും നിയ്യത്ത് വെക്കേണ്ടത് ഇഹ്റാമിനുള്ള സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്നാണ്. എന്തല്ല, ഉംറക്കുള്ള സുന്നത്ത് നിസ്കാരം എന്നല്ല. വിരലിൽ എണ്ണാവുന്ന ചില വ്യക്തികളുമായി യാദൃശികമായി മക്കയിൽ നിന്ന് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞു, ഉസ്താദെ, ഞാൻ 4ാമത്തെ 5ാമത്തേക്കും പ്രാവശ്യമാണ് ഉംറക്ക് വരുന്നത്, ജിദ്ദയിൽ നിന്ന് അല്ലെങ്കിൽ റിയാദിൽ നിന്ന് അല്ലെങ്കിൽ ദമാമിൽ നിന്ന്. ഞാൻ അങ്ങനെയാണ് ഇതുവരെ നിയ്യത്ത് വെച്ചിരുന്നത് എന്ന് പറയുന്ന പല സാധാരണക്കാരോടും നേരിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയതുകൊണ്ടാണ്
അത്തരം വിഷയത്തിലേക്ക് ശ്രദ്ധിക്കാതെ അങ്ങനൊരു അബദ്ധം ആർക്കെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടി സാന്ദർഭികമായി ഉണർത്തിയതാണ്. അപ്പോൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഇഹ്റാമിന്റെ മുന്നേ കുലിക്കലും സുന്നത്താണ്. ഇഹ്റാമിന്റെ മുന്നേ 2 റക്അത്ത് നിസ്കരിക്കലും സുന്നത്താണ്. ഈ നിസ്കാരത്തിന്റെ നിയ്യത്ത് ഇഹ്റാമിനുള്ള 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നിയ്യത്ത് വെക്കേണ്ടത്. കുലിയുടെ നിയ്യത്ത് ഇഹ്റാമിനുള്ള സുന്നത്ത് കുലിക്കലിനെ ഞാൻ കരുതി എന്നാണ്. എന്തല്ല ഉംറക്കുള്ള 2 റക്അത്ത് സുന്നത്ത് എന്നോ അതല്ലെങ്കിൽ ഇഹ്റാമിനുള്ള ഉംറക്കുള്ള സുന്നത്ത് കുലി എന്നോ അല്ല നിയ്യത്ത് വെക്കേണ്ടത്. ഇത് അറിയുന്നവര് അങ്ങനെ തന്നെ ചെയ്യുക, അറിയാത്ത പലവരും ഉണ്ട് എന്ന നിലക്ക് ഉണർത്തിയതാണ്. അറിയുന്നവർ തൽക്കാലം ഇത്തരം വിഷയങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉണർത്തുമ്പോൾ ക്ഷമിക്കണമെന്നും സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് വകതിരിവ് എത്താത്ത അഥവാ മുമയ്യിസ് അല്ലാത്തതായ ഒരു കുട്ടിയെയും ഒപ്പം ഉംറക്കോ ഹജ്ജിനോ നമ്മൾ പോകുന്നുണ്ട് എന്ന് വെക്കുക. എന്റെ സഹോദരിമാർ നല്ല ശ്രദ്ധിക്കണട്ടോ. നമ്മൾ ഉംറക്ക് പോകുമ്പോ നമ്മുടെ കൂടെ 2 വയസ്സ് അല്ലെങ്കിൽ ഒരു 3 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സ്, സാധാരണ മുമയ്യിസായ കുട്ടി എന്ന് പറയുന്നത് ഏകദേശം ഒരു 7 വയസ്സാകുമ്പോഴാണ് മുമയ്യിസ് എന്നൊക്കെയും പറയുന്നത്. അപ്പൊ നമ്മളൊരു ഫാമിലി സഹിതം ഉംറക്ക് പോകുമ്പോ മുമയ്യിസ് അല്ലാത്തതായ ഒരു കുട്ടിയുണ്ട് എന്ന് വെക്കുക. ആ കുട്ടിയെ കൊണ്ടും ഉംറ ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പൊ സാധാരണക്കാർക്ക് ആവശ്യം. അതുകൊണ്ട് ഞാൻ സാധാരണക്കാർക്ക് ആവശ്യമുള്ളത് തന്നെ ഞാൻ ആദ്യം കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് മുമയ്യിസ് അല്ലാത്തതായ ഒരു കുട്ടി, അത് ആൺകുട്ടിയാവാം അല്ലെങ്കിൽ പെൺകുട്ടിയാവാം, ഈ കുട്ടിയെയും ഉംറക്ക് കൊണ്ടുപോകുന്നുണ്ട് അല്ലെങ്കിൽ ഉംറ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ കുട്ടിയെ ആര് കുളിപ്പിച്ചു കൊടുക്കണം? ഈ കുട്ടിയുടെ വലിയ അഥവാ ഉപ്പ അല്ലെങ്കിൽ ഉപ്പാപ്പ അല്ലെങ്കിൽ ഇവര് വസിയ്യത്ത് ചെയ്ത വ്യക്തികൾ പോലോത്തവരാണ് ഈ കുട്ടിയെ കുളിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ വലിയ സമ്മതം കൊടുത്ത വ്യക്തി. ശ്രദ്ധിക്കേണ്ട ഒരു മസലയാണ്. ഈ മുമയ്യിസ് അല്ലാത്തതായ ഒരു കുട്ടിയെയും ഉംറക്ക് കൊണ്ടുപോവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ കുട്ടിക്കും കുലിക്കൽ സുന്നത്താണ്. അപ്പൊ ആ കുട്ടിക്ക് ചിലപ്പം കുലിക്കാൻ അറിഞ്ഞോളണം എന്നില്ല. അപ്പൊ ആ കുട്ടിയെ ആര് കുലിപ്പിക്കണം? ഈ കുട്ടിയുടെ വലിയോ ഈ വലിയ പകരമാക്കിയ ആളോ കുലിപ്പിക്കേണ്ടതാകുന്നു. അപ്പൊ നിയ്യത്ത് വെക്കണം. നിയ്യത്ത് വെക്കേണ്ടത് ആരാകുന്നു? ഈ വലിയാണ്. അല്ല, ഉമ്മ പറ്റൂല. ഉമ്മാനെ പകരമാക്കാം. ഉപ്പയാണ് വലിയ. ഉപ്പയുണ്ടെങ്കിൽ കുട്ടിയുടെ വലിയായി വരുന്നത് ഉപ്പയാണ്, ഉമ്മയല്ല. അപ്പൊ ഉപ്പാക്ക് വേണമെങ്കിൽ ഉമ്മാനെ ഈ കാര്യം പകരമാക്കാൻ ഏൽപ്പിക്കാം. അത് ഇൻഷാ അല്ലാഹ് ഇഹ്റാമിന്റെ മസ്അലയിൽ നമ്മൾ മീഖാത്ത് വിട്ടുകിടക്കുന്നതിന്റെ മുമ്പ് ഇഹ്റാം ചെയ്യണമല്ലോ. ആ ഇഹ്റാം ചെയ്യുമ്പോൾ ഈ മുമയ്യിസ് അല്ലാത്തതായ കുട്ടി ഉംറക്കോ ഹജ്ജിനോ ഒപ്പമുണ്ടെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് ഇഹ്റാം ചെയ്യേണ്ടത് ആരാണ്? വലിയാണ്. അവിടെ ഇൻഷാ അല്ലാഹ് ഇതിന്റെ വിശദീകരണം വീണ്ടും വരുന്നതാണ്. രണ്ടും പാടെ കൂട്ടിക്കുഴച്ചു പറയുമ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകും എന്ന നിലക്ക് അങ്ങോട്ടിപ്പോൾ കടക്കുന്നില്ല. ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്ന സഹോദരിമാരൊക്കെയും നിങ്ങൾ വ്യക്തമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ചെറിയ കുട്ടികളെയും കൂട്ടി മുമയ്യിസായ കുട്ടി മുമയ്യിസ് അല്ലാത്ത കുട്ടികളൊക്കെയുമാണെങ്കിൽ അവിടെയെല്ലാം വിധിയുണ്ട്. ഏതായാലും ഇപ്പോൾ പറയുന്നത് മുമയ്യിസ് അല്ലാത്തതായ വകതിരിവ് എത്താത്ത കുട്ടിയെയും കൂട്ടി ഉംറക്കോ ഹജ്ജിനോ പോവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ കുട്ടിയെ ആ കുട്ടിയുടെ വലിയ ഉപ്പ പോലത്തെ രക്ഷിതാക്കന്മാർ കുളിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ആ കുട്ടി നിയ്യത്ത് വെക്കാൻ അറിയില്ല. ആ കുട്ടിക്ക് വേണ്ടി ആരു നിയ്യത്ത് വെക്കണം? ഈ വലിയോ ഈ വലിയ പകരമാക്കിയ ആളോ നിയ്യത്ത് വെക്കേണ്ടതാകുന്നു. മനസ്സിലാവാത്തവര് മറ്റു സംശയങ്ങളിലേക്ക്
ചോദിക്കാൻ മുതിരുന്നതിനു പകരം ഒരു വിഷയം അവതരിപ്പിക്കുമ്പോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംശയം തീരാത്തതുണ്ടെങ്കിൽ പബ്ലിക്കിൽ അടിക്കാം, അതല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞു മൈക്ക് എടുത്ത് ചോദിക്കാം. പബ്ലിക്കിൽ അടിക്കുന്നതിന് വ്യക്തമായ മറുപടി ഓർമ്മയുണ്ടെങ്കിൽ അപ്പോൾ പറയും, ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീടും പറയാം. അപ്പൊ അതുകൊണ്ട് ക്ലാസ് റൂമിലുള്ളവരുടെ പ്രത്യേക ശ്രദ്ധക്ക് അവതരിപ്പിക്കപ്പെടുന്ന വിഷയവുമായി ബന്ധമില്ലാത്തത് പബ്ലിക്കിൽ അടിക്കുമ്പോ സ്വാഭാവികമായും അത്തരം ചോദ്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോ വിഷയങ്ങൾ മാറിപ്പോകും. ഒരു വിഷയം പറയുമ്പോ ആ വിഷയവുമായി ബന്ധപ്പെട്ട ആ ക്ലാസ് ശ്രദ്ധിക്കുക. ആ ക്ലാസ്സുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോ അതിൽ ചിലപ്പോൾ നമുക്ക് സ്വാഭാവികമായും ഇപ്പൊ നമ്മുടെ ഹംസ എന്ന ഐഡിയയിലുള്ള സുഹൃത്ത് ചോദിച്ച മാതിരി വലിയ അപ്പൊ ഉമ്മ പറ്റൂല, കാരണം ഉപ്പ ഗൾഫിലാണ്, ഉപ്പ UAE-യിലാണ്, അതല്ലെങ്കിൽ സൗദിയിലാണ്, ഉമ്മാന്റെ ഒപ്പാണ് കുട്ടി പോകുന്നത്. നമ്മൾ മസല പറഞ്ഞതെന്താണ്? വലിയാണ് കുട്ടിയെ കുളിപ്പിക്കേണ്ടത്. വലിയ എന്ന് പറഞ്ഞാൽ ഉപ്പ പോലോത്തവരാണ്. അപ്പൊ പിന്നെ ഈ കുട്ടിയെ ആരാ കുളിപ്പിക്കുക? അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്, ഈ വലിയ ഈ രക്ഷിതാവ് പകരമാക്കുന്ന വ്യക്തിക്കും കുളിപ്പിക്കാം. അപ്പൊ വലിയ പകരമാക്കുന്ന ആളോ കുളിപ്പിക്കുന്ന സമയത്ത് മുമയ്യിസ് അല്ലാത്തതായ കുട്ടിയാണെങ്കിൽ നിയ്യത്ത് വെക്കേണ്ടത് ഈ കുട്ടി തന്നെയാണ്. അല്ല സോറി മുമയ്യിസ് അല്ലാത്ത കുട്ടിയാണെങ്കിൽ നിയ്യത്ത് ആരു ചെയ്യണം? ഈ വലിയ ചെയ്യണം. ഏതുപോലെ ഇപ്പൊ മയ്യത്ത് കുളിപ്പിക്കാൻ അല്ലേ, മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ കുളിപ്പിക്കുന്ന സമയത്ത് നിയ്യത്ത് നിർബന്ധം ഇല്ല, നിയ്യത്ത് സുന്നത്താണ്. കുളിപ്പിക്കുന്നത് ആരെയാണ്? മയ്യത്തിനെയാണ്. പക്ഷേ നിയ്യത്ത് വെക്കേണ്ടത് ആരാണ്? കുളിപ്പിക്കുന്നവനാണ്. എന്നതുപോലെ മുമയ്യിസ് അല്ലാത്ത കുട്ടിയെയാണ് കുളിപ്പിക്കുന്നത്, പക്ഷേ നിയ്യത്ത് വെക്കേണ്ടത് വലിയോ രക്ഷിതാവോ ആ രക്ഷിതാവ് പകരമാക്കിയ ആളോ ആണ് എന്ന പ്രത്യേകമായി അറിയിക്കുന്നു. അത് സാധാരണക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി ഇവിടെ മുൻ ക്ലാസുകളിലും പല സമയത്തുമായി നമ്മൾ പറഞ്ഞത് തന്നെയാണ്, എങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒന്ന് പറയുകയാണ്. ഈ ഹൈളുകാരി കുളിക്കൽ, ഒരു കാര്യം കൂടി അതിന്റെ മുന്നോടിയായി പറയാനുണ്ട്. എവിടെന്നാണ് ഈ കുളിക്കേണ്ടത്? എല്ലാം ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് ഉംറക്കും ഹജ്ജിനും പോകുന്നവര് നമുക്ക് മീഖാത്തിൽ വെച്ച് കുളിക്കലാണ് ഏറ്റവും അഫ്ളല്. മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യലാണ് അഫ്ളല്. അപ്പൊ ആ മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യുന്നതിന്റെ മുമ്പേ കുളിക്കലാണ് അഫ്ളല്. പക്ഷേ കേരളത്തിൽ നിന്ന് ഉംറക്കോ ഹജ്ജിനോ പോകുന്നവർക്ക് അതിന് സാധിക്കൂല. കാരണം നമ്മുടെ മീഖാത്ത് യലംലം എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മൾ കരിപ്പൂരിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ആ ഫ്ലൈറ്റ് യലംലമിനെ അഭിമുഖീകരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഫ്ലൈറ്റിൽ വെച്ച് കുളിക്കാനൊന്നിനും സാധിക്കുകയില്ല. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ വീട്ടിൽ നിന്നു തന്നെ കുളിക്കും. നേരെ മറിച്ച് നിങ്ങൾക്കൊന്ന് തിരിയാണ്, മദീനയിൽ നിന്ന് ഒരാൾ മക്കയിലേക്ക് ഉംറക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറക്ക് വരുമ്പോൾ ദുൽഹുലൈഫ അല്ലെ, അബിയാർ അലി എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് മീഖാത്ത്. അൽഹംദുലില്ലാഹ് അവിടെ വലിയ പള്ളിയും വിശാലമായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും കുളിക്കാൻ സൗകര്യപ്രദമായ അവസ്ഥയാണുള്ളത്. അങ്ങനെ പല മീഖാത്തിലുമുണ്ട്, എല്ലാ മീഖാത്തിലും ആ സൗകര്യങ്ങളുണ്ട്. പക്ഷെ ഇതിപ്പോ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സ്ഥലം ഞാൻ എടുത്തുദ്ധരിക്കുന്നത് മസ്അല തിരിയാനാണ്. അപ്പൊ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറക്ക് വരുന്നൊരു വ്യക്തി, അവൻ വരുന്നത് ദുൽഹുലൈഫ അബിയാർ അലി എന്ന് പറയുന്ന മീഖാത്തിലൂടെയാണ്. അപ്പൊ അവനിക്ക് വേണമെങ്കിൽ മദീനയിൽ നിന്ന് തന്നെ കുളിച്ച് ഇഹ്റാം ചെയ്തു മദീനയിൽ നിന്ന് പുറപ്പെടാം, കുഴപ്പമൊന്നും ഇല്ല. പക്ഷേ ഏറ്റവും അഫ്ളലായ രൂപമെന്താ? അബിയാർ അലി എന്ന് പറയുന്ന സ്ഥലത്തെത്തി അവിടുന്ന് കുളിച്ചു ശുദ്ധിയായി ഇഹ്റാമിന്റെ സുന്നത്ത് കുലി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് കുളിച്ച് അവൻ ഇഹ്റാം ചെയ്ത് പുറപ്പെടലാണ് ഏറ്റവും അഫ്ളല്. അപ്പം മീഖാത്തിൽ ഇറങ്ങി
കുലിച്ച് മീക്കാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിന്റെ അഫ്ളലായ രൂപങ്ങളൊക്കെയും അതാണ്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ ഇഹ്റാം ചെയ്യുന്ന വിഷയം പറയുമ്പോ അവിടെ 2 രൂപം, അതിൽ നിന്ന് ഏതാണ് അഫ്ളല്? ഒരു രൂപം ഇഹ്റാം ചെയ്ത് അതിന്റെ മുമ്പെയുള്ളതായ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ആ ഇരിക്കുന്നിടത്ത് ഇരുന്ന് ഇഹ്റാം ചെയ്ത് മുന്നോട്ട് നീങ്ങലാണോ ഏറ്റവും നല്ലത്? അതല്ല നിസ്കാരം കഴിഞ്ഞു വാഹനത്തിലേക്കു കയറി, ഫ്ലൈറ്റ് ആണെങ്കിൽ ഫ്ലൈറ്റിലേക്കു കയറി, കാറ് അതല്ലെങ്കിൽ അതുപോലത്തെ ബസ് പോലത്തതാണെങ്കിൽ അതിലേക്കു കയറി വാഹനം പുറപ്പെടുന്ന നേരത്ത് ഇഹ്റാം ചെയ്യലാണോ? ഈ 2 കോലത്തിൽ നിന്ന് ഏതാണ് അഫ്ളല്? അത് നമുക്ക് അവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കാം. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, മീക്കാത്തിൽ വെച്ച് കുലിച്ച് ഇഹ്റാം ചെയ്ത് പോവലാണ് ഏറ്റവും നല്ലത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ നിന്ന് പുറപ്പെടുമ്പോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നോ പല സ്ഥലങ്ങളിൽ നിന്നും ഉംറക്കോ ഹജ്ജിനോ വരുമ്പോൾ മീക്കാത്തിൽ ഇറങ്ങാൻ സൗകര്യം ഇല്ലാത്തവരുണ്ട്. ഉദാഹരണം നമ്മുടെ കേരളം തന്നെ എടുക്കാം. നമ്മുടെ മീക്കാത്തായി കണക്കാക്കുന്നത് യലംലമാണ്. നമുക്കൊരിക്കലും യലംലമിൽ ഇറങ്ങാൻ പറ്റുകയില്ല. കാരണം യലംലമിനെ നമ്മൾ വിട്ടുകിടക്കുന്നത് കേരളത്തിൽ നിന്ന് ഉംറക്കും ഹജ്ജിനും പോകുന്നവർ യലംലം എന്ന മീക്കാത്തിനെ വിട്ടുകിടക്കുന്നത് ഫ്ലൈറ്റ് വഴിയാണ്. ഫ്ലൈറ്റിലായിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഒരു നിസ്കാരവും കുലിയൊന്നും അവിടെ നടക്കില്ല എന്ന് നമുക്കറിയാം. അപ്പൊ എന്തു പറ്റുമോ? ഇതാണ് എന്റെ ചർച്ച. കരിപ്പൂരിൽ നിന്നാണ് ഇഹ്റാം ചെയ്യുന്നത്. അതിനു വേണ്ടി എവിടെന്നു തന്നെ കുലിക്കുക? ഈ കരിപ്പൂരിൽ നിന്ന് ചെയ്യാൻ പോകുന്ന ഇഹ്റാമിനുള്ള സുന്നത്ത് കുലി വീട്ടിൽ നിന്ന് തന്നെ കുലിച്ചിറങ്ങാൻ പറ്റുമോ? അപ്പൊ നമ്മൾ കരിപ്പൂരിൽ വെച്ച് ഇഹ്റാം ചെയ്യാനുള്ള ആ ഇഹ്റാമിന്റെ സുന്നത്ത് കുലി വീട്ടിൽ നിന്ന് ചെയ്യാം, കുഴപ്പമില്ല. തുഹിഫ പോലത്തെ ഫിഖിഹിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നു, വയക്കുഫി മതിയാകും, തഖദ്ദുമുഹു ആ കുലി മുന്തൽ മതിയാകും, അലൈഹി ആ ഇഹ്റാമിനേക്കാൾ എപ്പോ ഇന്നുസിബലഹു ആ കുലിയെ അതിലേക്ക് ചേർക്കപ്പെട്ടാൽ, ഓറുഫൻ സാധാരണഗതിയിൽ ഈ കുലി കഴിഞ്ഞിട്ടാണ് ഇഹ്റാം ഓൻ ചെയ്തിട്ടുള്ളത് എന്നു പറയാൻ മാത്രമുള്ള സമയം പിന്തിപ്പിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. മറ്റു ചില ഫിഖിന്റെ കിതാബിൽ അതിന് വ്യക്തമായ ചില ഉദാഹരണം പറഞ്ഞു. ആയിഷ പള്ളിയിൽ പോയി ഇഹ്റാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് മൈക്ക് പോയിട്ടുണ്ട്. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഉസ്താദിന്റെ കയ്യിൽ നിന്ന് മൈക്ക് പോയിട്ടുണ്ട്. എല്ലാവരും കാത്തിരിക്കുക. ഉസ്താദ് ഇപ്പൊ വരും. ആജിക്ക മൈക്ക് എടുത്തോളൂ. ഉസ്താദിനൊന്ന് ബൗൺസ് ചെയ്തുവിടാം. തിരുവമ്പാടിങ്ങനെ കാത്തിരിക്ക ബൗൺസ് ചെയ്യാന്. മൈക്ക പോയപ്പോ എവിടെ വെച്ചിട്ടേ പോയാ തിരുവമ്പാടി ഒന്ന് മൈക്ക് എടുത്താണ്. ഞാന് കുറേ ഇങ്ങോട്ട് പറഞ്ഞേന് എവിടെ വെച്ചിട്ടാണ് മൈക്ക പോയിന്ന് അറിയില്ല. ആയിഷാ പള്ളിയിലാണ് എത്തിത്ത. ആയിഷാ പള്ളിയിലെത്തിയപ്പോഴാ മൈക്ക് മസ്ജിദ് ആയിഷയിൽ വെച്ചിട്ടാ മൈക്ക പോയിക്കണല്ലേ. അപ്പൊ ഏകദേശം ഒന്നും ആയിട്ടില്ല. അങ്ങനെ തിരുവമ്പാടിക്ക് ഇപ്പൊ നല്ല ഒഴിവാ, കച്ചവടമൊന്നും ഇല്ലാതെ ഇങ്ങനെ മൗസും കയ്യിൽ പിടിച്ചിരിക്കുക പെട്ടെന്ന് ബൗസ് ചെയ്യാന് ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്താകുന്നത്? അപ്പൊ നമ്മള് ഒന്നും കൂടി ഞാൻ ആവർത്തിക്കാം. നല്ല നമ്മള് കുട്ടികളെ കൊലിക്കുമ്പോ അത് ചോദ്യം. അപ്പൊ നമ്മൾ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. കുട്ടികളെ കൊലിപ്പിക്കുമ്പോൾ നിയ്യത്തെങ്ങനെ വെക്കണം? ഈ കുട്ടിക്കുള്ള ഇഹ്റാമിന്റെ സുന്നത്ത് കുലിപ്പിക്കലിനെ ഞാൻ കരുതി അങ്ങനത്തെ നിയ്യത്ത് വെക്കുക.
നമ്മൾ മുമയ്യിസ് അല്ലാത്ത കുട്ടി, ഞാൻ അവരെ ഒരു കാര്യം മറന്നു, നിങ്ങൾ ഓർമ്മപ്പെടുത്തണം ക്ലാസ് ശ്രദ്ധിക്കുന്നവർ. അഥവാ മുമയ്യിസായ കുട്ടിയാണെങ്കിൽ പിന്നെ വിഷയമൊന്നുമില്ല. ഇപ്പോൾ 7 വയസ്സായ കുട്ടിയാണ്, നമുക്ക് റെഡിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കല്ലേ. ആ കുട്ടിക്കത് പറഞ്ഞാൽ തിരിയുന്ന ഒരു പ്രായമായല്ലോ. മോനെ, നമ്മളിങ്ങനെ ഉമ്മക്ക് പോവുകയാണ്, അപ്പൊ നമ്മൾ കുളിക്കണം, അതുകൊണ്ട് ഇന്ന രൂപത്തിലൊക്കെ വൃത്തിയായി കുളിക്കുന്നതിന് മുമ്പ് ഇഹ്റാമിനുള്ള സുന്നത്ത് കുലി ഞാൻ കുളിക്കുന്നു എന്നെന്ത് ചെയ്യാ നിയ്യത്ത് വെച്ചാൽ മതി എന്ന് മുമയ്യിസായ കുട്ടിയാകുമ്പോ അതുകൊണ്ട് തിരിയും, പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ മതി. അപ്പൊ മുമയ്യിസ് അല്ലാത്തതായ കുട്ടിയാകുമ്പോ ഈ കുട്ടിക്കുള്ള ഇഹ്റാമിനുള്ള സുന്നത്ത് കുലി കുളിപ്പിക്കലിനെ ഞാൻ കരുതി എന്ന് നിയ്യത്ത് വെച്ച് വലിയാണ് കുട്ടിയെ കുളിപ്പിക്കേണ്ടത്. ചോദ്യം വേണ്ട, എന്ത് ചോദ്യം ഞാൻ അയക്കണ്ട, ഏത് ചോദ്യം? ഇഹ്റാം മുമയ്യിസ് അല്ലാത്ത കുട്ടിയെ വലിയ ഇഹ്റാം ചെയ്യിപ്പിക്കുമ്പോൾ 2 or 3 വയസ്സായ കുട്ടിയെ ഉംറക്ക് കൊണ്ടുപോകുമ്പോൾ ആ കുട്ടിക്കുള്ള ഇഹ്റാം അഥവാ ഉംറക്കുള്ള നിയ്യത്ത് വെക്കേണ്ടതും വലിയാണ്. എങ്ങനെയാണ് അവരെ നിയ്യത്ത് വെക്കേണ്ടതെന്ന് ഇഹ്റാമിന്റെ മസ്അല പറയുമ്പോൾ വ്യക്തമായി പറയുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞതെന്താണ്? കുലിയുടെ മസ്അല. അഥവാ ഇഹ്റാമിന്റെ മുമ്പ് ഒരാൾ കുലിക്കുമ്പോ സാധാരണഗതിയിൽ കൂടുതൽ സമയം ആകുന്നതിനു മുമ്പ് കുലിച്ച് ഇഹ്റാം ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. എന്ത് വേണമെന്നില്ല, കുളിച്ച ഉടനെ തന്നെ ഇഹ്റാം ചെയ്യണം, അങ്ങനൊരു മസ്അലയില്ല. സാധിക്കുമെങ്കിൽ അതാണ് നല്ലത്. ഫ്രഷായി കുലിച്ച് വൃത്തിയായി എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം ഉടനെ 2 റക്അത്ത് സുന്നത്ത്, എന്നിട്ട് ഉടനെ ഇഹ്റാം, അങ്ങനെയൊക്കെയാണ് അഫ്ളല്. പക്ഷെ അങ്ങനെ തന്നെ ഐക്കോലനം എന്നില്ല. നമ്മൾ അബൂ റിഫഅത്ത് ഉസ്താദ് അറിയിച്ചതുപോലെ ഉറുഫൻ എന്നാണ് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തന്റെ തുഹ്ഫയിൽ വിശദീകരിച്ചിട്ടുള്ളത്. മറ്റു ചില ഫിഖ്ഹിന്റെ കിതാബ് നോക്കിയാൽ ഒന്നുകൂടി സാധാരണക്കാർക്ക് ഈ മസ്അല മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാം. ബുജൈരിമി പോലത്തെ ഫിഖ്ഹിന്റെ കിതാബ് നോക്കിയാൽ, അതായത് നമ്മൾ ഇഹ്റാമിന് വേണ്ടിയുള്ള സുന്നത്ത് കുളിച്ചു, എന്നിട്ട് നമ്മുടെ ശരീരം പകർച്ചയാകുന്നതിനു മുമ്പ് നമ്മൾ ഇഹ്റാം ചെയ്തു. അത്രയും സമയമാകുന്നതിന്റെ മുമ്പ് ഇഹ്റാം ചെയ്താലും മതി. അപ്പൊ നമ്മൾ ഉദാഹരണം പറയാം, ഒരാൾ കുലിച്ചു കഴിഞ്ഞാൽ, ശബ്ദം കേൾക്കുന്നില്ലേ? ഇടയ്ക്കൊരു പൂവ് ഉദനത്താം. കാരണം ചിലപ്പോ നിങ്ങൾ ഈ ബൈലക്സുകളൊക്കെ എന്ത് എഴുതി കാണിക്കുമ്പോ മൈക്ക പോയ ചില അടയാളമായി ചിലപ്പം തോന്നാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വെറും പൂവുമൊക്കെ മാത്രം ശ്രദ്ധിക്കരുത്. പറയുന്ന മസ്അലകളിൽ ഓരോ വിഷയങ്ങൾ പറയുമ്പോ അതു സംബന്ധമായ ഇഷ്കാലുകൾ തീർത്ത് മുന്നോട്ട് പോവണം. അപ്പോഴേ നമുക്ക് ഈ ക്ലാസ് ഉപകരിക്കുള്ളൂ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഒരാളൊരു ഉംറക്ക് പോകുമ്പോ ഒരു 3 വയസ്സായ കുട്ടിണ്ടല്ലോ 5ഒപ്പം, എനിക്കറിയപ്പോ അതിന്റെ മസ്അല എങ്ങനെയാ, കുട്ടിനെ എങ്ങനെ കുളിപ്പിക്കേണ്ടത്, എങ്ങനെ നിയ്യത്ത് വെക്കേണ്ടത്, ആരാണ് നിയ്യത്ത് വെക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ മറ്റു ചിന്തകളിലേക്കോ സംശയങ്ങളിലേക്കോ പോവാതെ കുലിയെക്കുറിച്ച് പറയുമ്പോ അതു സംബന്ധമായ സംശയങ്ങൾ തീർത്തു മുന്നോട്ട് പോകുക. അള്ളാഹു തൗഫീക്കിനെ പ്രദാനം ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ നമ്മളൊന്ന് കുലിച്ചു, ഇഹ്റാമിന് വേണ്ടിയുള്ള സുന്നത്ത് കുലിച്ചു, എന്നിട്ട് എന്താക്കി, അവന്റെ ശരീരം കുലിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനൊരു ഉന്മേഷം ഉണ്ടല്ലോ, ശരീരത്തിനൊരു വൃത്തിയൊക്കെ കിട്ടും. ആ ശരീരം പകർച്ചയാകുന്നതിന് മുമ്പ് ഇഹ്റാം ചെയ്യുകയാണെങ്കിൽ ഈ കുലി കൊണ്ട് ഇഹ്റാമിന്റെ സുന്നത്തിന്റെ കുലി കിട്ടും, ഫ്രഷ് ആകും. അത് തിരിയാൻ ഞങ്ങൾക്ക് എളുപ്പം വേറൊരു ഉദാഹരണം പറയാം. അപ്പൊ നമ്മൾ ഈ കുലിയുടെ സമയത്തിന്റെയും ഇഹ്റാമിന്റെ സമയത്തിന്റെ ഇടയിലുള്ള വ്യത്യാസം മനസ്സിലാവാൻ ഞാൻ പറയാം. ഇന്ന് മുതൽ പോകുന്നത് കണക്ഷൻ പുറത്തും ബഹ്റൈനിയിൽ പോയി, ബഹ്റൈനിയിൽ 5 മണിക്കൂറിലുണ്ട്. അതേപോലെ തന്നെ ഒമാന്, പോലോക്കിം. അപ്പൊ ഇങ്ങനെ ദീർഘം കൂടുന്ന അങ്ങനെ പോകുന്ന ഫ്ലൈറ്റുകളാകുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം എന്താ, നമ്മൾ കരിപ്പൂരിൽ നിന്ന് ഇഹ്റാം ചെയ്യുന്നില്ല. പിന്നെ ഈ വ്യക്തി ഇഹ്റാം ചെയ്യുന്നത് എവിടെന്നാണ്?
എവിടെന്നാണ്? ബഹ്റൈനിൽ നിന്നാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് ഒമ്പ ഗ്രൂപ്പിന്റെ പരസ്യത്തിൽ കാണാം നേരിട്ടുള്ള വിമാനം. കാരണം ഇന്ന് ഒരുപാട് ഗ്രൂപ്പുകൾ പൈസ ലാഭം കിട്ടാൻ വേണ്ടി കണക്ഷൻ പ്ലേറ്റ് വയ്ക്ക ആളുകളെ കൊണ്ടുപോകുന്നവരുണ്ട്. അൽഹംദുലില്ലാഹ് ഞാനും തിരുവമ്പാടിക്കും പോയ മാതിരിയാണെങ്കിൽ റാഹത്താണ്. ഞങ്ങൾ കണക്ഷൻ പ്ലേറ്റിലാണ് പോയത്, ഞങ്ങൾ ഒമാൻ ബൈക്കാണ് പോയത്. അൽഹംദുലില്ലാഹ് നല്ല റാഹത്തായി ഞങ്ങൾക്ക്. എന്തോ ഒരു റാഹത്തുള്ള ഫ്ലൈറ്റാ. ഞാൻ മനസ്സിലാക്കുന്നത് ഇഞ്ഞൊരു ഉമ്മക്ക് പോവാനുള്ള അവസരം കിട്ടിയ ആ നിലയ്ക്ക് ഞാൻ പോവുള്ളൂ എന്ന്. കാരണം നല്ല റാഹത്തായിട്ടാണ് തോന്നിയത്. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ ബഹ്റൈനി വൈക്ക് ഇമ്മ പോകുമ്പോ നമ്മൾ സാധാരണഗതിയിൽ വീട്ടിൽ നിന്ന് കുളിക്കും, അല്ലെ? അപ്പോ ഒരു സമയം ഈ നിന്ന് കുഞ്ഞിൽ നിന്ന് തെറ്റിപ്പോകും. അല്ല തന്നെ എനിക്കത് ഭയങ്കര ദേഷ്യമുള്ള കാര്യം. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു വിഷയങ്ങളെ വരും. ബഹ്റൈനിൽ നിന്നാണ് ഇഹ്റാം ചെയ്യുന്നത്. ബഹ്റൈനിൽ നിന്ന് ഇഹ്റാം ചെയ്യുന്ന വ്യക്തി അല്ലോ മണിക്കൂറോ ഓടിയിട്ട് ബഹ്റൈനിയിലെത്തി. ബഹ്റൈനിയിൽ ഒരു 4 മണിക്കൂർ താമസം എന്ന് വിചാരിക്ക. എന്നിട്ട് ആ 4 മണിക്കൂറും കഴിഞ്ഞ് ഫ്ലൈറ്റ് സമയത്ത് ഇങ്ങനെ കണക്ഷൻ ഫ്ലൈറ്റ് എന്ന് പോകുന്ന ബഹ്റൈനിൽ നിന്ന് ഇത്രയും സമയം കുളിച്ച കുലിയും ആ ഇഹ്റാമിലെ കുലി ബഹ്റൈനിയിലെത്തി അവൻ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുമ്പോഴേക്ക് എന്താകും? ആ ശരീരക്കാകെ വിയർത്തി, അല്ലെ? പ്രത്യേകിച്ച് ഫ്ലൈറ്റിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ശരിക്കാന്ന് സുന്നത്ത് കുലിയുടെ പ്രതിഫലം കിട്ടണമെങ്കിൽ ബഹ്റൈനിയിൽ നിന്ന് ഒന്നും കൂടി മടക്കി കുലിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഫിഖ്ഹിന്റെ കിതാബ് നോക്കി ഏകദേശം മനസ്സിലാവുന്ന ഒരു രൂപം വിശദീകരിച്ചതാണ് ട്ടോ. ഇതൊന്നും ഇപ്പൊ നമ്മൾ ഫിഖ്ഹിന്റെ കിതാബ് ഇത മസ്അല വിശദീകരിച്ചേടത്ത് ഏകദേശം നോക്കുമ്പോ ഇങ്ങനൊക്കെയും ചെയ്യുമ്പോ ഇത്രയും സമയം കഴിഞ്ഞിട്ട് വാസ്തവത്തിൽ ഓന് ഇഹ്റാമിനുള്ള സുന്നത്ത് കൂലി എവിടുന്ന് കഴിഞ്ഞിക്കണ്? കൈപ്പോത്തുനിന്ന് രാവിലെ 7 മണിക്ക് കഴിഞ്ഞിക്കണ്. സംഗതി ഓന് ഉമ്മന്റെ യാത്ര തന്നെയാണ്. പക്ഷെ ഇഹ്റാം ചെയ്യുന്നത് എപ്പോഴാണ്? ബഹ്റൈനിയിൽ നിന്ന് വൈകുന്നേരത്ത് 7 മണിക്കാ. അല്ലെങ്കിൽ ഓൻ എന്ത് ചെയ്യുകയാണ്? ഒന്നുകൂടി നിങ്ങൾക്ക് തിരിയാണ്. ഓൻ കണക്ഷൻ പ്ലേറ്റിനാണ് ഷാർജ വൈക്ക്. അപ്പൊ ഷാർജയിൽ ഒരു 10 മണിക്കൂർ താമസമുണ്ട്. അപ്പൊ ഷാർജയിൽ ഓന്റെ ഒരു മകളുണ്ട്, അല്ലെങ്കിൽ മകനുണ്ട്. ആ മകന്റെ റൂമിൽ ഒരു 10 മണിക്കൂർ താമസിച്ച് ശേഷമാണ് അവൻ ഷാർജയിൽ നിന്ന് ഉംറയ്ക്ക് പോകുന്നത്. പക്ഷേ സംഗതി കൈപ്പുറത്ത് നിന്ന് അവൻ പുറപ്പെട്ട യാത്ര എന്താണ്? വാസ്തവത്തില് ഓന്റെ ലക്ഷ്യത്തില് ഉംറയുടെ യാത്ര. അപ്പോൾ വാസ്തവത്തില്
പിറ്റേ ദിവസം രാവിലെ ഇഹ്റാമിനെ ഈ കുലിയിലേക്ക് ചേർക്കപ്പെടുന്നതല്ല. ഒന്ന്. അതുപോലെ തന്നെ ഈ കുലിച്ച ആ ശരീരം ഫ്രഷായ അവസ്ഥ, ശരീരത്തിൽ യാത്രാകാരണം വിയർപ്പും പകർച്ചയൊക്കെയും സംഭവിച്ചിട്ടുണ്ടാവും. ചുരുക്കത്തിൽ കൂടുതൽ ഇഹ്റാം ചെയ്യുന്നതിനു നേരെ മുമ്പ് തന്നെ കുലിക്കൽ സുന്നത്താണ്. അങ്ങനെ കുലിക്കാൻ സാധിച്ചില്ലെങ്കിലും കുറച്ചു സമയം മുമ്പോട്ടാകുന്നത് കൊണ്ട് വിരോധമില്ല. അവസാനമായി എല്ലാവർക്കും തിരിയാൻ, ഇന്ന് നമ്മൾ കരിപ്പൂരിൽ നിന്നൊക്കെയും നേരിട്ട് ഉംറക്ക് പോകുമ്പോ കണക്ഷൻ പ്ലേറ്റ് അല്ലാത്ത നിലക്ക് ഉംറക്ക് പോകുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഒന്നോ കുലിക്കാനൊന്നും സൗകര്യം കിട്ടൂല. ഇനി കരിപ്പൂരിൽ വെച്ച് കുലിക്കാൻ സൗകര്യം കിട്ടിയാൽ തന്നെ അതെന്തല്ല, മീക്കാത്തല്ലല്ലോ. നല്ല ശ്രദ്ധിക്കണം. മീക്കാത്തിൽ വെച്ച് കുലിക്കൽ സുന്നത്ത് എന്ന് പറഞ്ഞത് കരിപ്പൂരിൽ വെച്ച് കുലിക്കലും കിട്ടൂല. കാരണം കരിപ്പൂർ ഒരിക്കലും എന്തല്ല, മീക്കാത്തല്ല. കരിപ്പൂരും കഴിഞ്ഞ് ഫ്ലൈറ്റ് കയറി ഏകദേശം 1 മണിക്കൂർ കഴിയണം. നമ്മുടെ മീക്കാത്തുമായി ബന്ധപ്പെടണമെങ്കിൽ കരിപ്പൂരിൽ നിന്ന് ഫ്ലൈറ്റ് കയറി 1 മണിക്കൂറിലധികം സമയം ഫ്ലൈറ്റ് സഞ്ചരിച്ചാലേ നമ്മുടെ മീക്കാത്തുമായിട്ട് ബന്ധം വരുന്നുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്കൊക്കെ ഇന്ന് സൗകര്യങ്ങൾ എന്തു തന്നെയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഇഹ്റാമിനുള്ള സുന്നത്ത് കുലിക്കുക. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഫ്രഷായി ഒന്ന് കുലിക്കുക. ഫ്രഷായി കുലിക്കുക എന്ന് പറഞ്ഞാൽ നല്ലോണം സോപ്പും ചകിരിയും ഉപകാരണ സുന്നത്തായ കുലിയാണെങ്കിലും നിർബന്ധമായ കുലിയാണെങ്കിലും ശരീരം വെള്ളം ചേർക്കൽ നിർബന്ധമായ എല്ലാ ഭാഗത്തേക്കും ഇഹ്റാമിനുള്ള സ്വത്ത് കുലിക്കോ ഈ എന്ന് ഹബീബിന്റെ മുഖത്ത് നോക്കി സലാം പറയുമ്പോ ഹബീബ് എതിർത്ത, ഹബീബിന് ഇഷ്ടമില്ലാത്ത ഈ താദിവദീയനായി ഹബീബിന്റെ അടുക്കലേക്ക് ചെന്നാൽ ആ ഹബീബിന്റെ തിരുനോട്ടം നമ്മുടെ മുഖത്തേക്കും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് പല സാധാരണക്കാരും ഉമ്മക്കൊക്കും പോകുന്ന സമയത്ത് സാധാരണക്കാരും ഷേവ് ചെയ്യും പോലെ ക്ലീൻ ചെയ്യുന്നവരെ കാണാം. അതൊരു ഉമ്മക്ക് പോവാൻ ഉദ്ദേശിച്ചാൽ ഇനി എന്റെ ജീവിതത്തിൽ നിന്ന് ഈ തെറ്റ് സംഭവിക്കില്ല എന്ന ഒരു തീരുമാനത്തെയൊക്കെയും വൃത്തിയാക്കി, അതുപോലെ തന്നെ കർഷരോമങ്ങളും മറ്റു ഭാഗങ്ങളിലെ രോമങ്ങളൊക്കെയും വൃത്തിയാക്കി മുടികളൊക്കെയും വെട്ടി ശരിയാക്കുക. പിന്നെ അവിടേക്കും ചില മസാലകളുണ്ട്, ഞാൻ അതിലേക്ക് ചില ഭാഗത്തുള്ള രോമങ്ങൾ വൃത്തിയാക്കുന്ന വിഷയത്തിൽ പുരുഷനെ സംബന്ധിച്ച് ഗുഹ്യസ്ഥാനം ഹൽക്ക് വധിക്കലാണ് സുന്നത്ത്. നേരെ മറിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് പരിക്കലാണ് സുന്നത്ത്. ഞങ്ങളെ വേദനിപ്പിക്കല്ല,
ഫിഖിന്റെ കിതാബ് പറഞ്ഞൊരു മസ്അല പറഞ്ഞതാണ്. ചിലപ്പം പലവരും വായ വന്ന് പൊത്താനൊക്കെ സാധ്യതയുണ്ട്. എങ്കിലും ഫിഖിന്റെ കിതാബുകളിലൊക്കെയും ചർച്ച ചെയ്യുന്ന ഒരു പ്രത്യേകമായ മസ്അലയാണ്. കൂടുതൽ വിശദീകരണം ബന്ധപ്പെട്ട അവനവന്റെ ഭർത്താക്കന്മാരുവൈക്ക് ചോദിച്ചു മനസ്സിലാക്കണം എന്ന് മാത്രം ഒറ്റ വാക്കിൽ ഞാൻ ഉണർത്തുന്നു. അപ്പൊ അതുകൊണ്ട് പുരുഷൻ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉള്ള സുന്നത്തും സ്ത്രീകൾ ഉള്ള ആ വിഷയത്തിലൊക്കെ സുന്നത്തിൽ വ്യത്യാസമുണ്ട്. അവിടെ തന്നെ കാണാം, ചിലപ്പം ഭർത്താവ് എന്താണോ കൽപ്പിച്ചത് അതേ രൂപത്തിൽ ആ കാര്യം പെണ്ണിന് അത്യാവശ്യമായി തീരും. വയതഅയ്യനു അലൈഹ എന്ന് കാണാം. ഭർത്താവ് കൽപ്പിക്കൽ കൊണ്ട് നിയമം വ്യത്യാസപ്പെടും. ഈ രോമങ്ങളൊക്കെ വൃത്തിയാക്കുന്ന വിഷയത്തിൽ ഏതായാലും ഞാൻ ഒരു സൂചന നൽകിയതാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെയും സ്ത്രീകളും പുരുഷന്മാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മസ്അലകളൊക്കെയും ഫിഖിന്റെ ഗ്രന്ഥികള് തൽക്കാലം അതിന്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഇനി അത്യാവശ്യമുള്ളവർ നമ്മുടെ പ്രിയപ്പെട്ട സവാമക്കൊക്കെയും പിയം അയച്ചാൽ സവാമ വേണമെങ്കിൽ എന്നോട് ചോദിച്ച് സവാമ മൈക്കയിൽ വന്ന് അത് വ്യക്തമായി പറഞ്ഞു തരും എന്നും ഉണർത്തി സുന്നത്തുകളിലേക്ക് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ കുളിപ്പിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? എല്ലാം ഒന്ന് വൃത്തിയാക്കുക. സ്ത്രീകൾ വൃത്തിയാക്കേണ്ട രൂപത്തിൽ അങ്ങനെയും പുരുഷന്മാർ വൃത്തിയാക്കേണ്ട രൂപത്തിൽ അങ്ങനെയും കാര്യങ്ങൾ ചെയ്യുക. അത് സുന്നത്താണ്. അവിടെ ഹൈളുകാരിയാണെങ്കിൽ അത് ചെയ്യണ്ട. അതുപോലെ തന്നെ ജനാപത്തുകാരനാണെങ്കിലും അത് ചെയ്യണ്ട. അതുപോലെ തന്നെ ഉളൂഹിയ്യത്ത് ഉദ്ദേശിക്കുന്നവനാണ്, ദുൽഹജ്ജ് ഒന്നായതിനു ശേഷമാണ് അവൻ ഹജ്ജിന് പുറപ്പെടുന്നത്, അവനാണെങ്കിൽ ഉളൂഹിയ്യത്ത് ഉദ്ദേശിക്കുന്നുമുണ്ട് എങ്കിൽ അങ്ങനത്തെ ഇതേ സാന്ദർഭികമായി ഒരു കാര്യം ഉണർത്തുകയാണ്. മുമ്പ് പല പ്രാവശ്യം ഉണർത്തിയതാണ്. ആ സമയത്തില്ലാത്ത ആരെങ്കിലും പുതിയ ശ്രോതാക്കളുടെ അത്തരം സംശയങ്ങളൊക്കെയും അൽഹംദുലില്ലാഹ് നമ്മുടെ KMIC-യിലൂടെ തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് കേട്ട പലവരും ഈ ക്ലാസ് റൂമിലുണ്ട്. പക്ഷേ KMIC എന്നുള്ളത് ഓൺലൈൻ ആയതുകൊണ്ട് ഓരോ ദിവസവും പുതിയ പുതിയ ശ്രോതാക്കൾ ഉണ്ടാകും. അവരൊന്നും അത്തരം അതിന്റെ മസ്അലകളിലേക്ക് കടന്നു ചിന്തിക്കാത്തവരാണെങ്കിൽ അവർക്ക് കൂടി ഉപകരിക്കട്ടെ എന്ന നിലക്കാണ് ഞാൻ ഒന്ന് അല്പം ആവർത്തിക്കുന്നത്. അപ്പൊ ഇഹ്റാമിന് ഉംറക്ക് പുറപ്പെടുന്ന പെണ്ണ് അല്ലെങ്കിൽ ഹജ്ജിന് പുറപ്പെടുന്ന നമ്മുടെ ക്ലാസ് റൂമുമായി നമ്മുടെ വിഷയവുമായി ബന്ധമുള്ള ഒരു ചോദ്യമാണ്. ഈ ക്ലാസ് റൂമിലെ ഭൂരിപക്ഷം ആളുകൾ അതിന് ഉത്തരം കൊടുക്കും. എന്താ ഉത്തരം കൊടുക്കുക? പോകാം. കാരണം സ്ഥിരം ശ്രോതാക്കൾ അത്തരം മസ്അലകളൊക്കെയും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ആ സുഹൃത്തിനോട് പറയുന്നു, മെൻസസ് പീരിയഡിൽ ഉംറക്ക് പോകാൻ പറ്റുമോ? ഉംറക്കും പോവാം, ഹജ്ജിനും പോവാം. എല്ലാവരും ഒന്നുകൂടി വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യം മനസ്സിലാക്കാൻ, ഹജ്ജിന്റെയും ഉംറയുടെയും പ്രവർത്തനങ്ങളിൽ നിന്ന് ശുദ്ധിയുണ്ടാവേണ്ട കാര്യം രണ്ടെണ്ണമാണ്. ഒന്ന് തവാഫും തവാഫുമായി ബന്ധപ്പെട്ട 2 റക്അത്ത് സുന്നത്തും. നല്ല ശ്രദ്ധിക്കുക. ആ പ്രത്യേകമായി ക്ലാസ് റൂമിൽ പുതുതായി കടന്നു വന്ന ഒരു സുഹൃത്താണെങ്കിൽ ആ ചോദ്യം ചോദിച്ച സുഹൃത്തിനെ വളരെ വ്യക്തമായി ഞാൻ ബോധ്യപ്പെടുത്തുന്നു. ഹജ്ജോ ഉംറയോ ആവട്ടെ, ഏതാണെങ്കിലും ആ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രവർത്തനങ്ങളിൽ നിന്ന് ശുദ്ധിയോടുകൂടെ ചെയ്യേണ്ട കാര്യം 2 ഒന്ന് തവാഫ്, അത് ഉംറയിലുമുണ്ട് ഹജ്ജിലുണ്ട്. പിന്നെ അതിന്റെ സുന്നത്താവുന്ന 2 റക്അത്ത് സുന്നത്തും.
അല്ലാത്ത ഒരു പ്രവർത്തിക്കും ഇഹ്റാം ചെയ്യാനോ സഈ ചെയ്യാനോ മുസ്ദലിഫയിൽ റാപ്പാക്കാനോ ജംറകളെ എറിയാനോ അറഫയിൽ നിൽക്കാനോ ഒന്നിനും എന്തിന്റെ ആവശ്യമില്ല, ശുദ്ധി നിർബന്ധം ഇല്ല. പിന്നെ അവരൊക്കെയും ശുദ്ധി സുന്നത്താണ് എന്ന കാര്യം പ്രത്യേകമായി അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി വിശദീകരണങ്ങള് ആ സുഹൃത്തിനോടടക്കം ഞാൻ പറയുന്നു. നിങ്ങൾ KMIC-യിലേക്ക് ദിവസേന വന്നോളൂ. മെൻസസ് പീരിയഡുള്ള സഹോദരി ഒരു തവാഫ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇൻഷാ അല്ലാഹ് എല്ലാ സഹോദരിമാർക്കും തിരിയുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ആ ക്ലാസിന്റെ വിശദീകരണം അടുത്തു തന്നെ നിങ്ങൾ KMIC-യിൽ പ്രതീക്ഷിക്കുക. ഇൻഷാ അല്ലാഹ് നാളെ ഞായറാഴ്ചയാണ്, മറ്റന്നാൾ നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. എല്ലാ സഹോദരിമാരും അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. എന്താ ഞാൻ സഹോദരിമാരോട് റെക്കോർഡ് ചെയ്തത് സൂക്ഷിക്കാൻ പറയാൻ കാരണം, ചിലപ്പം ക്ലാസ് കേൾക്കുന്നത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ, ഹജ്ജിന് പോകുന്നത് ചിലപ്പം 5-8 മാസം കഴിഞ്ഞിട്ടായിരിക്കും. ആ സമയത്തായിരിക്കും നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന തിങ്കളാഴ്ച പറഞ്ഞ മസ്അല ആവശ്യമായി വരിക. അപ്പോഴേക്ക് പ്രിയപ്പെട്ട സഹോദരിമാരത് മറന്നിട്ടുണ്ടാവും. ചിലപ്പം അബൂ റയ്യാൻ മരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പോകാൻ നേരത്തെ അബൂ റയ്യാനെ ചിലപ്പം വിളിച്ചിട്ട് കിട്ടിയില്ലാന്ന് വരും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉസ്താദുമാരെ വിളിച്ചിട്ട് കിട്ടിയില്ലാന്ന് വരും. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമായി തീരും എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, അത്തരം ക്ലാസുകളൊക്കെയും നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളവരിലേക്കെങ്കിലും അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അല്ലാഹു തആല നമ്മുടെ KMIC-യുടെ ശ്രോതാക്കളിൽ നിന്ന് ഉംറക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഹജ്ജിന് പോകുമ്പോൾ മെൻസസ് പീരിയഡ് ആയാൽ ആ സഹോദരി ചെയ്യേണ്ട ഒരുപാട് രൂപങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു രൂപത്തിൽ നമുക്ക് റാഹത്തായി ഹജ്ജോ ഉംറയോ ചെയ്ത് തിരിച്ചു വരാകുന്നതാണ്. അപ്പൊ ഏതായിരുന്നാലും ഞാൻ കുലിക്കൽ സുന്നത്താകുന്നു. അപ്പൊ ഞാൻ മെൻസസ് പീരിയഡുള്ള പെണ്ണാണെന്ന് വിചാരിച്ച് കുലി ഒഴിവാക്കേണ്ട ആവശ്യം ഇല്ല. അപ്പൊ ആ പെണ്ണ് കുലിക്കുമ്പോ എങ്ങനെ നിയ്യത്ത് വെക്കേണ്ടത്? ഇഹ്റാമിനുള്ള സുന്നത്ത് കുലി ഞാൻ കുലിക്കുന്നു എന്നു തന്നെയാണ് ആ പെണ്ണ് നിയ്യത്ത് വെക്കേണ്ടത്. നല്ല ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ പറയുന്നു. ഹൈലുള്ളതായ പെണ്ണ്, പ്രസവരക്തം പുറപ്പെടുന്ന പെണ്ണ് ഒരു ഇബാദത്തിന് വേണ്ടി ശുദ്ധിയാവൽ ഹറാമാകുന്നു. ആ മസ്അല എല്ലാവരും മനസ്സിലാക്കി വെക്കുക. മുൻ സമയത്തേക്ക് നമ്മുടെ ഹൈല് പീരിയഡിന്റെ മസ്അലകളൊക്കെയും വിശദീകരിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മറന്നുപോയവരുണ്ടെങ്കിൽ കാരണം നമ്മുടെ സ്ത്രീകള്, നമ്മുടെ കൂറ്റമ്പാട് ഉസ്താദ് പറഞ്ഞ മാതിരി ചൈനന്റെ സാധനത്തിനും പെണ്ണുങ്ങളുടെ ഓർമ്മ ശക്തിക്കും കാലാവധി ഇല്ലാന്നാണ്, അല്ലേ? ചൈനന്റെ സാധനം വീട്ടിലെത്തിയാൽ ഉപയോഗിക്കാൻ പറ്റെങ്കിൽ ഭാഗ്യെന്നേ പറയാൻ പറ്റുള്ളൂ. അതേ മായിക്കനെ നമ്മളെ സഹോദരിമാര് കേൾക്കുമ്പോഴേക്ക് നല്ല ഓർമ്മ ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ പോലും മറന്നിട്ടുണ്ടാവും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നു, ഹൈലുകാരിയായ പെണ്ണും പ്രസവരക്തം പുറപ്പെടുന്ന പെണ്ണും ഇബാദത്തിന്റെ നിയ്യത്തോടുകൂടെ ശുദ്ധിയാവൽ ഹറാമാണ്. പക്ഷേ അതിൽ നിന്ന് ഏത് ഒഴിവുണ്ട്? ഉംറയുടെ ഹജ്ജുമായി ബന്ധപ്പെട്ട സുന്നത്ത് കുലികൾ അതിൽ നിന്ന് ഒഴിവാണ്. അപ്പൊ അതുകൊണ്ട് ചില സഹോദരിമാർ മെൻസസ് പീരിയഡുള്ള സമയത്ത് കുട്ടികൾക്ക് മുല കൊടുക്കുമ്പോൾ ഒളോഴി ചെയ്ത് മുല കൊടുക്കുന്ന ഒരു സഹോദരിമാരുണ്ട്. അത് നല്ലതന്നെയാണ്. ഞാനൊരു കിതാബിലൊന്നും കണ്ടിട്ടില്ലട്ടോ. കുട്ടികൾക്ക് മുല കൊടുക്കുമ്പോൾ, മുലയൂട്ടുമ്പോൾ വളൂ ചെയ്യണം എന്ന ഒരു മസ്അല എവിടെങ്കിലൊക്കെ ഉണ്ടായേക്കാം, ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോ ഏതെങ്കിലൊക്കെ മഹാന്മാർ അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടായേക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ ഏതു സമയത്തും ഒരു മുഅ്മിനായ മനുഷ്യന് ശുദ്ധി വേണമല്ലോ. ഏതു സമയത്തൊരു മുഅ്മിനായ മനുഷ്യന് ശുദ്ധി വേണം. ആ നിലക്ക് ഒരു ശുദ്ധിയുള്ള സമയത്ത് കുട്ടികൾക്ക് മുലയൂട്ടുക,
നല്ലതാണ്. പക്ഷെ അതൊരു വ്യക്തമായി അതിന് തെളിവുണ്ടോ, രേഖ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ എന്നെക്കൊണ്ട് മാർഗമില്ല. ഏതെങ്കിലും ഉസ്താദുമാരുടെ ശ്രദ്ധയിലുണ്ടെങ്കിൽ അറിയിച്ചു തന്നാൽ ഉപകാരം. അപ്പൊ ചില സഹോദരിമാര് കുട്ടികൾക്ക് മുല കൊടുക്കാൻ വേണ്ടി മുലയൂട്ടുമ്പോൾ വുളൂ ചെയ്യുന്ന സ്വഭാവം. പക്ഷേ മെൻസസ് പീരിയഡ് ഉള്ള സമയത്ത്, പ്രസവരക്തം പുറപ്പെടുന്ന സമയത്ത് ഇബാദത്ത് എന്ന പ്രത്യേകമായ നിയ്യത്തോടുകൂടെ അങ്ങനെ വുളൂഉം ചെയ്യാൻ പറ്റൂല, കുളിക്കാനും പറ്റൂല. അതുകൊണ്ടാണല്ലോ ഒരു മസ്അല ഒന്ന് ശ്രദ്ധിക്കുക. വലിയ അശുദ്ധിക്കാരൻ അഥവാ ജനാബത്തുകാരൻ കുളിക്കുന്നതിനു മുമ്പ് തിന്നാനോ ഉറങ്ങാനോ കുടിക്കാനോ ഒന്നും കൂടി വത്തുക ചെയ്യാനോ ഉദ്ദേശിച്ചാൽ വുളൂ ഉണ്ടാക്കൽ സുന്നത്താണ്. എന്നാൽ മെൻസസ് പീരിയഡ് ഉള്ള സഹോദരി, ഹൈല് രക്തം പുറപ്പെടുന്ന സഹോദരി രക്തം പുറപ്പെടുന്ന അവസരത്തിൽ തിന്നാനോ ഉറങ്ങാനോ കുടിക്കാനോ തയ്യാറായാൽ എന്ത് സുന്നത്തില്ല? വുളുണ്ടാക്കൽ സുന്നത്തില്ല. നേരെ മറിച്ച് ഹൈല് രക്തം നിന്നതിനു ശേഷം, പ്രസവരക്തം നിന്നതിനു ശേഷം കുളിക്കുന്നതിനു മുമ്പായി തിന്നാനോ കുടിക്കാനോ ഉറങ്ങാനോ അങ്ങനത്തെ സഹോദരിമാർ ഉദ്ദേശിച്ചാൽ അവിതൊരു വുളുണ്ടാക്കൽ സുന്നത്ത്. എന്റെ കാരണം ഹൈല് രക്തം പുറപ്പെടുമ്പോ വുളൂ എന്തായി? വുളൂ ഉണ്ടാക്കാൻ പറ്റൂല. ഞങ്ങൾക്ക് ആ മസ്അല തിരിയാൻ പറയാ. നമ്മുടെ നാടുകളിലൊക്കെയും പ്രസവിച്ചു കിടക്കുന്ന സഹോദരി അത് 40ന്റെ അന്നാണ് കുലിക്ക. ആ 40ന്റെ അന്നാണ് കുലിക്കുന്നതും കഴിഞ്ഞിട്ട് കുലിച്ചു മാവം ഒരു തള്ള ചക്കരയും തേങ്ങയുമായി കാത്തു നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് ആദ്യം ഈ തള്ള ഈ ഉമ്മാമേനെ ഈ ചക്കരയും തേങ്ങയും തീറ്റിക്കുക. സുബ്ഹാനല്ലാ സുബ്ഹാനല്ലാ. എന്തായാലും ഇതൊന്നും ഒരു തിന്നന്റെ കാര്യമായതുകൊണ്ട് ഇപ്പൊ നമ്മൾ തെറ്റാണെന്ന് പറയണ്ട. ഞങ്ങൾക്ക് ഈ മസ്അല. പക്ഷെ ഇനി കുലിക്കണമെങ്കിൽ അമ്മായിമ്മയും മൂത്ത നാത്തൂനും വരും. അപ്പൊ ഏകദേശം ഒരു 11 മണിയാകും. ഇവിടെ രാവിലെ രക്തം നിന്നിക്കണ്. ഈ സ്ത്രീക്ക് എന്തെങ്കിലും ഒരു വെള്ളം കുടിക്കണം അല്ലെങ്കിൽ ചായ കുടിക്കണം എന്നൊക്കെ തോന്നീന്ന് വെക്ക. എങ്കിൽ അവിടെ എന്ത് സുന്നത്താണ്? ഹൈള് രക്തം നിന്നതിനു ശേഷം ഒരു പെണ്ണ് തിന്നാനോ കുലിക്കാനോ ഉറങ്ങാനൊക്കെ തീരുമാനിച്ചാൽ ഒരു ഉണ്ടാക്കൽ സുന്നത്ത. ഈ ഹൈള് രക്തം പുറക്കണം. ഹൈള് രക്തം പുറപ്പെടുന്ന സഹോദരിമാർ ഇബാദത്തിനുള്ളതായ വുളൂഓ കുലിയോ ഒന്നും പാടില്ല. പക്ഷെ അതിൽ നിന്ന് ഏത് ഒഴിവാണ്? ഈ ഹജ്ജുമായി ബൽ അതിൽ നിന്ന് ഒഴിവാണ്. അപ്പം മെൻസസ് പീരിയഡ് ഉള്ളതായ ഒരു സഹോദരി അതായത് നിന്നോ ശുദ്ധിയാകുമെന്നൊരു പ്രതീക്ഷ ആ പെണ്ണിനുണ്ട് എന്ന് വെക്കുക. എങ്കിൽ ആ പെണ്ണിന് നല്ലത് എന്താണ്? ആ അയല് രക്തം മുറിയുന്നത് വരെ അത് ഇല്ല, മുറിയുന്നത് വരെ ആ കുലിയെ പിന്തിപ്പിച്ച് ശരിയായ രൂപത്തിൽ ശുദ്ധിയായതിനു ശേഷം കുലിച്ച് ഇഹ്റാം ചെയ്യലാണ് നല്ലത്. ഒന്നും കൂടി ഞാൻ പറയുന്നു. അത് നമുക്ക് ചിലപ്പോൾ നടക്കൂല. പറയാപ്പ എങ്ങനെയപ്പോ അത് നിങ്ങൾക്ക് പരിചയമല്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു എന്റെ ശബ്ദം കേൾക്കുന്നവര്
റിയാളിൽ നിന്ന് ഒരാൾ ഉമ്മക്ക് വരികയാണ്, ഒരു സഹോദരി എന്ന് കൂട്ടുക. ഈ മസല രതിക്ക് തിരിയാനാ ഞാൻ ഉദാഹരണം. റിയാളിൽ നിന്ന് വരുമ്പോ റിയാളിൽ നിന്ന് വരുമ്പോ എവിടെ നിന്നാണ് സാധാരണ മീക്കാത്ത് ഏതാണ്? ഏതാ അറിയുന്നവരൊന്ന് പബ്ലിക്കിൽ അടിക്കും, സാധാരണക്കാർക്ക് ഈ മസല ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ. ഒരാളിപ്പോ റിയാളിൽ നിന്ന് ഉംറക്കോ ഹജ്ജിനോ വരികയാണെങ്കിൽ സാധാരണ അങ്ങനെ വരുന്നവർ എവിടെ വെച്ചിട്ടാണ് തവാഫ് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാറുള്ളത്? ആ സ്ഥലം അറിയുന്ന ആരെങ്കിലും ക്ലാസ് റൂമിലുണ്ടെങ്കിൽ തായിഫില മാഷാ ആയിക്കോട്ടെ. അപ്പോ റിയാലിൽ നിന്ന് തായിഫിലേക്ക്, അപ്പൊ റിയാലിൽ നിന്ന് ഒരു ഫാമിലി ഉംറക്ക് പുറപ്പെടുകയാണ്. റിയാലിൽ നിന്ന് ഒരു ഫാമിലി ഉംറക്ക് പുറപ്പെടുകയാണ്. ആ പുറപ്പെടുന്ന സമയത്ത് ആ പെണ്ണാരാ? ഹൈലുകാരിയാണ്. സ്വന്തം ഒപ്പമുള്ള ഭാര്യ മീക്കാത്തിന്റെ ഭാഗമായിരിക്കും അല്ലേ? അതുകൊണ്ടാണ് തായിഫ്. അല്ല, തായിഫ് എന്ന് പറഞ്ഞിട്ടൊരു മീക്കാത്തില്ല. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിലും കർണു മനാസിലുമായി ബന്ധപ്പെട്ട ഭാഗമായതുകൊണ്ടായിരിക്കും തായിഫ് എന്ന് പബ്ലിക്കിൽ അടിച്ചിരിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും മസ്അല തിരിയാൻ നിലക്ക് കർണു മനാസില് അല്ലെങ്കിൽ തായിഫ് എന്ന ഭാഗത്തേക്ക് എത്തുമ്പോഴേക്ക് എന്താകും? ഈ പെണ്ണിന്റെ മെൻസസ് പീരിയഡ് അവസാനിക്കും. രക്തം നിന്ന് കുളിച്ച് ശുദ്ധിയാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. എങ്കിൽ ആ പെണ്ണിന് എന്താ സുന്നത്ത്? അവിടെന്ന് തൽക്കാലം കുളിക്കാതെ ഈ ഹൈല രക്തം നിന്നതിനു ശേഷം കുളിച്ച് പിന്നെ ഇഹ്റാമിന്റേതായ സുന്നത്ത് കുലയ്ക്കും കുലിച്ച് ഇഹ്റാം ചെയ്യലാണ് നല്ലതാ. ഇനി ഒന്നുമില്ല, ഇങ്ങനെയാവാം. കുറച്ചു സമയം ഈ മീക്കാത്തിൽ ഈ പെണ്ണ് തങ്ങുകയാണെങ്കിൽ ഹൈല രക്തം നിന്നതിനു ശേഷം അല്ലെങ്കിൽ പ്രസവരക്തം നിന്നതിനു ശേഷം കുലിച്ച് ശുദ്ധിയായ നിലയ്ക്കു തന്നെ ഇഹ്റാം ചെയ്യാനുള്ള സൗകര്യം കിട്ടുമെന്ന് കണ്ടാൽ അങ്ങനെ ചെയ്യലാണ് ഏറ്റവും നല്ലത്. തുഹിഫ, മുഗ്നി, നിഹായ, ഇളാഹ് പോലത്തെ എല്ലാ കിതാബിലും കാണാം. പക്ഷേ അങ്ങനെ സമയം കുലിച്ച് ശുദ്ധിയായി ഇഹ്റാം ചെയ്യാൻ മീക്കാത്ത് വിട്ടുകിടക്കുന്നതിനു മുമ്പ് ഹൈള് രക്തം അല്ലെങ്കിൽ പ്രസവരക്തം നിന്നതിനു ശേഷം ശുദ്ധിയായ നിലക്കു തന്നെ ഇഹ്റാം ചെയ്യാൻ സമയം കിട്ടുമെന്ന് കണ്ടാലും ശരി, ഈ പെണ്ണിന് വേണമെങ്കിൽ എന്തു ചെയ്യാം? ഹൈള് രക്തം പുറപ്പെടുന്ന അതേ അവസരത്തിൽ തന്നെ, പ്രസവരക്തം പുറപ്പെടുന്ന അതേ അവസരത്തിൽ തന്നെ ഇഹ്റാമിനുള്ള സുന്നത്ത് കുലി കുലിക്കാം. മസലയാണ്. പല സാധാരണക്കാരാവുന്ന പല അമീരന്മാരും പലപ്പോഴും വിവരമില്ലാതെ ഹൈള് രക്തം പുറപ്പെടുമ്പോ ഇഹ്റാം ചെയ്യാൻ പാടില്ല, ഇഹ്റാം ചെയ്തതിനു ശേഷം ഹൈള് രക്തം പുറപ്പെട്ടാൽ ആ ഇഹ്റാം ബാത്തിലായി, ഇനി രണ്ടാമത് വേറെ ഇഹ്റാം ചെയ്യണം എന്നൊക്കെയും മസ്അല പറഞ്ഞു കൊടുക്കുന്നതായി പല സാധുവായ ഞാൻ തന്നെ ഇത് നമ്മുടെ ക്ലാസ് റൂമിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഓൺലൈനിൽ പുതിയ പുതിയ ശ്രോതാക്കൾ കടന്നു വരും എന്ന നിലക്ക് മറന്നവരുടെ ഓർമ്മ പുതുക്കാനും പുതിയ ശ്രോതാക്കൾക്ക് ഉപകരിക്കാനും വേണ്ടി ഞാൻ ഉമ്മക്കുള്ള സുന്നത്ത് കൂലി എപ്പ കുലിക്കണം, എത്ര സമയം മുന്തിക്കാം, എല്ലാം അതുപോലെ തന്നെ മുമയ്യിസ് അല്ലാത്ത
കുറ്റിയെ തന്നെ ആ കുറ്റിയോട് തന്നെ കൊലിക്കാനും നിയ്യത്ത് വെക്കേണ്ട രൂപങ്ങളൊക്കെയും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പൊ നമ്മൾ എവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്? കുലിച്ചു കഴിഞ്ഞു. ഇഹ്റാമിനുള്ള സുന്നത്ത് കുലിച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ മഹല്ലത്തിലൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല, ഒരു കൂട്ടബാങ്ക് കളിക്കുന്നു, അങ്ങനെയുണ്ട് അല്ലേ? ലത്തീഫാജിന്റെ ശബ്ദം കേൾക്കൊക്കെ ഉണ്ടോ? നമ്മൾ ഈ ഹജ്ജിന്റെ യാത്ര പുറപ്പെടുമ്പോ, ഉംറന്റെ യാത്രയ്ക്കും പുറപ്പെടുമ്പോ ഒരു കൂട്ടബാങ്ക്, ഈ കൂട്ടബാങ്കിനാണ് എല്ലാരും ബാതൊരു ബാങ്ക് കൊടുക്കല്. അങ്ങനെ ഒരു ബാങ്ക് കൊടുക്കണോ? ആ ബാങ്ക് മഹല്ലിന്റെ അതിർത്തി വിട്ട് കിടക്കണോ? വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങുമ്പോൾ ആ ബാങ്ക് കൊടുക്കണോ? പോലത്തെ കാര്യങ്ങളൊക്കെയും ഇൻഷാ അല്ലാഹ് അവിടൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട്. അത് എല്ലാ യാത്രക്കും സുന്നത്താ. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ ഈ ഉംറ ഹജ്ജ് പോലത്തെ യാത്രകളിൽ മാത്രം ചെയ്യുന്ന ചില ആളുകളുണ്ട്. എന്നാൽ ഇനി നമ്മൾ ഒരു യാത്രക്കാരൻ, അത് ഗൾഫിലേക്കോ ഏർവാടിയിലേക്കോ മുത്തുപ്പേട്ടയിലേക്കോ അജ്മീറിലേക്കൊക്കെ ആവാം, ഒരു ദീർഘയാത്ര പുറപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ വീട്ടിൽ ചില ആളുകൾ ഹജ്ജിന് പോകുമ്പോ ചില കാര്യങ്ങൾ മതിലുമ്മ എഴുതി വെക്കാറുണ്ട്. അതെന്താണെന്നൊക്കെ നമ്മുടെ വാട്സാപ്പ് ചോദ്യോത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ എവിടെയാണ് എഴുതേണ്ടത്, എന്താണ് എഴുതേണ്ട പോലെ ചർച്ചയും. അതുപോലെ ഉംറക്ക് മക്കയിൽ എത്തുകയും അങ്ങനെ മക്കയിൽ എത്തി ആ മെൻസസ് പീരിയഡ് തുടങ്ങുകയും മെൻസസ് പീരിയഡ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മക്കയിൽ നിന്ന് പോരേണ്ടതുമുണ്ട്. ഒരു നിലക്കും മെൻസസ് പീരിയഡ് കഴിഞ്ഞതിനു ശേഷം തവാഫ് ചെയ്യാൻ സൗകര്യം കിട്ടാത്ത സാഹചര്യത്തിൽ, അതുപോലെ തന്നെ ചില സഹോദരിമാർക്ക് ഒരു ദിവസം ഹൈള് രക്തം കാണും, പിന്നൊരു 2 ദിവസം രക്തം കാണും. സഹോദരിമാര് ഉംറക്ക് പോകുമ്പോൾ മെൻസസ് ബ്ലോക്ക് ആക്കാനുള്ള ഉലിക കഴിക്കും. ഈ ഉലിക കഴിച്ചു പോയാലും എന്താവും? ഈ യാത്രയുടെ ആ രക്തം കണ്ടാൽ ആ രക്തം നിൽക്കും. ഒരു കൊലിച്ച് ശുദ്ധിയായി തവാഫൊക്കും ചെയ്തു. പക്ഷേ തവാഫൊക്കും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും രക്തം കാണുന്നു. ഈ സഹോദരി എന്തു മനസ്സിലാക്കി? മക്കയിലെത്തിയപ്പോ 2 ദിവസം രക്തം കണ്ടു, അത് നിന്നു. അപ്പൊ രക്തം നിന്നു, കുലിക്കായിരിക്കുന്നു എന്ന് വിചാരിച്ച് ഫ്രഷായി നിർബന്ധമായ കുലിക്കും കുലിച്ച് തവാഫും സഅയൊക്കും ചെയ്തു. കുറച്ച് 2 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും രക്തം കാണുന്നു. ആ വീണ്ടും കണ്ടതായ രക്തം എന്താണ്? ഹൈളാവാനേ സാധ്യതയുള്ളൂ. അപ്പൊ ഈ ചെയ്ത തവാഫ് എന്ത് ചെയ്യും? നിങ്ങളൊരു ബേജാരും കരുതണ്ട. അല്ലാഹു തആല KMIC ഉള്ള കാലത്തോളം ഒരുപാട് മുഅ്മിനീങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മുടെ ഫിഖ് സംബന്ധമായ കുറെ കിതാബ് വാങ്ങിത്തന്ന KMICക്കാരുണ്ട്. ബുജൈരിമി, തൊയ്ഫ, ജമല്, ഇക്നായിന്റെ ബുജൈരിമി, ഷൽക്കാവി പോലോത്ത, ഫതാവൽ കുബ്ര പോലോത്ത ഒരുപാട് ഫിഖിന്റെ കിതാബ് വാങ്ങിത്തന്ന KMICയുടെ ശ്രോതാക്കളെ ഈ സമയത്ത് ഞാൻ പ്രത്യേകമായി അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. കാരണം നമുക്ക് ഫിഖിന്റെ കിതാബുകളൊക്കെ വാങ്ങിത്തന്ന് റാഹത്തായി അത് നോക്കാനൊക്കെ ഒരു സൗകര്യം ഉണ്ടായത് കൊണ്ടാണ് ഇത്തരം ക്ലാസുകളൊക്കെയും വിശാലമായി പറയാനുള്ള ഒരു ആവേശവും ഒരു ധൈര്യവും അവർ ബറക്കത്തിലും അല്ലാഹു തആല ബറക്കത്ത് നൽകുമാറാവട്ടെ. അവരുടെ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയ ഖബറിലെ സവാബിനെ അല്ലാഹു നൽകുമാറാവട്ടെ. ഇനി ആർക്കെങ്കിലും ദുആ നിക്കൊരു ദുആ കിട്ടിയില്ലല്ലോ, ഉസ്താദിനൊരു കിതാബ് വാങ്ങിക്കൊടുക്കാത്തതോട് നിക്കൊരു ദുആ കിട്ടിയില്ലല്ലോ, അങ്ങനെ ആരും അതിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ KMIC ഒരുപാട്
ഒരുപാട് ശ്രോതാക്കൾക്ക് ആവശ്യമായ ഒരുപാട് മസ്അലകൾ നോക്കാനാണ് ഈ കിതാബൊക്കെ ഒരു വാങ്ങിത്തന്നത്. അവർക്കൊക്കെ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ഇത്തരം ക്ലാസുകളൊക്കെയും റെക്കോർഡ് ചെയ്യാൻ പറ്റുമല്ലൊക്കെ റെക്കോർഡ് ചെയ്ത് നമ്മുടെ ഈ നാടുകളിൽ നിന്നൊക്കെയും ഉമ്മക്കൊക്കെയും പോകുന്ന നമ്മുടെ ജ്യേഷ്ഠത്തേല് മൂത്തച്ചേല് ഇളയച്ചേലൊക്കെ ഉമ്മക്കൊ അപ്പൊ അതുകൊണ്ട് അവർക്കൊക്കെ ഒന്ന് കേൾപ്പിക്കാനുള്ള ഒരവസരം നിങ്ങൾ ഉണ്ടാക്കിയാൽ ഇതൊക്കെ നമ്മുടെ ഇൽമിന്റെ ഒരു പ്രചാരണമാകും. നമ്മുടെ KMIC-ക്കാൻ അതിന്റെ ഒക്കെ ഉപകാരം കിട്ടുക അല്ലേ? KMIC-യിൽ നമ്മളൊരു മസ്അല പറഞ്ഞു, അത് നമ്മൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു, അതിന്റെ ഉപകാരം KMIC-യിലെ പ്രവർത്തകർക്ക് കിട്ടും. അല്ലാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മൾ ഇഹ്റാമിനുള്ള സുന്നത്ത് കൂലി കുലിച്ച് നിൽക്കാണ് ട്ടാ. ഇനി സുഗന്ധം ഉപയോഗിക്കാണ്ട് മൈലാഞ്ചി ഇടാണ്ട് എന്തെല്ലാം പണിണ്ട് ചിട്ട. അത് ഇൻഷാ അല്ലാഹ് ഇത് കുലി കഴിഞ്ഞതിന് ശേഷം സുഗന്ധം തേക്കുക, മൈലാഞ്ചി ഇടുക. സ്ത്രീകൾ മുഖത്ത് മൈലാഞ്ചി ഇടേണ്ടതുണ്ട്, കയ്യുമ്മ മൈലാഞ്ചി ഇടേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് വെള്ള വസ്ത്രം അവിടെയൊക്കെയും സാധാരണക്കാര് ശ്രദ്ധിക്കാത്തതിലേക്ക് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും എന്നും അറിയിച്ച് അല്ലാഹു തആല നമുക്ക് വേണ്ടി നമ്മെ സ്നേഹിക്കുന്ന നമ്മെ സഹായിക്കുന്ന എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തുൽ ആയുസ് നൽകുമാറാവട്ടെ. മരിച്ചുപോയവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി തീർക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട ഒരുപാട് ഉസ്താദന്മാർ ഇങ്ങനെയൊക്കെയും ജനങ്ങൾക്ക് ഉപകരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു പറഞ്ഞു കൊടുക്കുന്ന ഒരു മൊയ്ലിയാരാവണം എന്ന് അങ്ങേയറ്റം ആഗ്രഹിച്ച ആളാണ് എന്റെ പ്രിയപ്പെട്ട പിതാവ്. കാരണം ഒരു മൊയ്ലിയാരാവലിയുള്ള പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്യണ്ട, ഓം പ്രസംഗിച്ചോലും ഓം നന്നയിക്കോലും അൽഹംദുലില്ലാ അല്ലാഹുയും കാലം ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ദീനിയായ വിഷയങ്ങളും പറഞ്ഞുകൊടുത്തു പോവാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. ആ ജീവിതം സ്വർഗീയ പൂന്തോപ്പാക്കി അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ എന്ന് മാത്രം ഇപ്പോൾ ദുആ ചെയ്ത് തൽക്കാലം ഇവിടെ ബാങ്ക് കൊടുക്കാൻ 2 മിനിറ്റ് കൂടിയുള്ളൂ. ഇന്നലെ നമ്മളെ സിയാബ് സവാമന്ത് കുറച്ച് വർത്താനം പറഞ്ഞ